ഹായ്, ഇന്ന് മീൻ വന്നപ്പം ചെന്ന് നോക്കിയപ്പം നല്ല ഫ്രഷായിട്ടുള്ള മത്തിയും അതുപോലെ തന്നെ കണവയും ഉണ്ടായിരുന്നു. 1/2 കിലോ മത്തിയും 1/2 കിലോ കണവയും മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മത്തി വറക്കാം. കണവ ഒരു മാംഗ്ലൂർ സ്റ്റൈലിൽ ചില്ലിയും ചെയ്യാമെന്ന് വിചാരിച്ചു. മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേന് മക്കൾ രണ്ടുപേരും ഓടി വന്നു. ഏഞ്ചലയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടൂന് മീൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവന് കണവ റോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇതുപോലെ ചില്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഐസൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന കാരണമാണ് ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചതൊന്നും അല്ല, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കണവയും മത്തിയുമാണ്. മത്തി നല്ല വലുതാണ്, കണവ കുറച്ച് ചെറുതാണ്. എന്നാൽ നമുക്ക് റോസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുതാണെങ്കിലും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണവ ആദ്യമേ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ ആ സൈഡിലെയും തലയും ഒന്നും എടുക്കുന്നില്ല, ആ നടുവിലുള്ള നല്ല ഭാഗം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ നല്ല ഭാഗം മാത്രം ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. മത്തിയൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടിയെടുക്കും ഞാൻ. ഇതിപ്പം ഒന്ന് മൂടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമുക്ക് ഈ കണവ ഒന്ന് ചില്ലി ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കണവയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഒരു പണിയുണ്ട്. ഒരു 5-6 വറ്റൽമുളക്, ഈ നമ്മുടെ ചുമന്ന കളറിൻ്റെ മുളകുണ്ടല്ലോ, ചുമന്ന മുളകും ഒരു മീഡിയം സൈസിലെ തക്കാളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കണം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ഈ മാംഗ്ലൂർ സ്റ്റൈലിൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതാണ്. മുളകും തക്കാളിയും കൂടെ നന്നായിട്ട് വേവിച്ച് അത് അരച്ച് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഒരു 5-6 വറ്റൽമുളകും തക്കാളിയും കൂടെ ഞാൻ വേകാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത്, അത് വേകുന്ന സമയത്ത് നമുക്ക് ഈ കണവയെല്ലാം ഇതുപോലെ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ കണവയാണെങ്കിൽ നമുക്ക് നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ടാണ് ഇതിനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണവയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമ്മളിത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/2 കിലോ ഉള്ളൂ, വലിയ അധികമൊന്നുമില്ല. അപ്പം വെന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ മസാലയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. ചട്ടിയിലേക്ക് ഞാൻ കണവ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടി ഇച്ചിരി നല്ലപോലെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്ന ഒരു ചെറിയ കഷണം കൊടംപുളി, ചെറുത് മതി, അധികമൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. ആദ്യമേ ചില്ലി ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിയാല. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഈ കണവയ്ക്കകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് വേകാൻ വെക്കുവാണ്. അന്നേരത്തിനും നമ്മൾ വേകാൻ വെച്ചിരുന്ന നമ്മുടെ മുളകും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അത് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കാം. തണുത്തിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലെ സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. സവാള ഈ രീതിയിൽ കട്ട് ചെയ്തു. കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും. അപ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മുളകും തക്കാളിയൊക്കെ തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിപ്പോൾ അരച്ചെടുക്കാം. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട, അതിലുള്ള ആ വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടോ, നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. നല്ല എന്ത് കളറാണ് നമുക്ക്. ആ സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന കണവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലുള്ള ആ പുളി നമുക്ക് എടുത്തങ്ങ് മാറ്റാം. പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇതെല്ലാം മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 4 സ്പൂൺ ഒഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ആ ഇതിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതാദ്യമേ ഇട്ട് കൊടുക്കണം. അതും പിന്നെ നമ്മൾ പച്ചമുളകും കൂടെ, പച്ചമുളക് എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. മുളക് നമ്മളിപ്പോൾ ചുമന്ന മുളകിന് അധികം എരിവുണ്ടെങ്കിൽ അധികം പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഇതുപോലെ ഒന്ന് വറന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകും തക്കാളിയും പേസ്റ്റിൽ അതിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ എല്ലാ അരപ്പും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിത്തെ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നോക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല, അത് കാരണമാണ് ഞാൻ ചേർക്കാതിരുന്നത്. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള മസാലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുണ്ട്, ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം വെള്ളമാകരുത് കേട്ടോ, അത് നമുക്കൊരു കുഴമ്പ് പാകത്തിൽ കിട്ടണം. ഇനിയാണ് നമ്മളിതിനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ കണവ വേവിക്കാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഞാനിപ്പോൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആ മസാലയ്ക്കും നമ്മൾ ആ ഇട്ട് കൊടുത്ത സവാളയും ഉള്ളിക്കൊക്കെ വേണ്ടിയുള്ള കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. ആ മസാലയ്ക്കകത്ത് കിടന്നിത് ഡ്രൈ ആവണം. നമ്മൾ സവാളയും ക്യാപ്സിക്കമും ആദ്യമേ തന്നെ എണ്ണയ്ക്കകത്ത് വഴറ്റി കഴിഞ്ഞാൽ അത് വെന്തങ്ങ് അലിഞ്ഞു പോകും. അത് നമുക്ക് കടിക്കുമ്പോൾ ഒരു കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ലാസ്റ്റ് ചേർക്കുന്നത്. ഇതെല്ലാം ഡ്രൈ ആയി വരുന്ന സമയത്ത് 1 സ്പൂണ് ടൊമാറ്റോ സോസും ഒരു 1/2 സ്പൂണ് സോയാ സോസും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഞാനിതിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കൂട്ടാനും നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയും അതിന് കൂടെ കുറച്ച് നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഡ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ റെഡിയായി. ആ സ്ക്വിഡൊക്കെ നമ്മൾ ചില്ലി ആക്കി എടുത്ത് വെച്ച് അതൊരു 10 മിനിറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് ഉള്ളത്. ആ നേരം കൊണ്ട് ഞാൻ മസാല പുരട്ടി വെച്ചിരുന്ന മത്തിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കരിയാപ്പലയൊക്കെ ഇട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് മീൻ വറക്കുന്നത്. കരിയാപ്പലയൊക്കെ ഇട്ട് മീൻ എടുത്ത് വെച്ച് മത്തി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി. നല്ല മട്ട അരിയുടെ ചോറും ഇന്നലത്തെ കുറച്ച് പരിപ്പും മുരിങ്ങയിലയും കൂടെ കറി വെച്ച ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ വറുത്ത മത്തിയും അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തെടുത്ത ഈ കണവ